നരസിംഹം ഹിരണ്യാക്ഷ നിഗ്രഹം ഗ്രഹിച്ച ഹിരണ്യകശിപു സഹോദരിയായ സിംഹികയോടൊപ്പം ദുഃഖിച്ച് കരഞ്ഞ് ദുഃഖം കോപാഗ്നിയായി പരിണമിക്കവേ പ്രതികാരത്തിനായി ഉറച്ചു. ശക്തി സംഭരിക്കാനായി ഗംഗാതടത്തിൽ ധ്യാനത്തിൽ മുഴുകി. ഈ തക്കം പാർത്ത ദേവന്മാർ അസുരന്മാർക്കു നേരെ ആക്രമണത്തിനിറങ്ങി. ദേവേന്ദ്രന്റെ വജ്രായുധം പോലും അസുരന്മാരോട് ഏശാതെ വന്നു. ഒടുവിൽ ഒറ്റയ്ക്കായിരുന്ന ഹിരണ്യകശിപു പത്നിയായ കയാതുവിനെ ഇന്ദ്രൻ ബലമായി പിടിച്ചു പുറപ്പെട്ടു. അവളുടെ ദീനവിലാപം ഇന്ദ്രലോകത്തെത്തിയിട്ടും നിലയ്ക്കാതെയായി. ആ വിലാപം മാനസ സരസിൽ ധ്യാനത്തിലിരുന്ന നാരദന്റെ കാതുകളിലെത്തി. തപോവൃത്തിയിൽ മുഴുകുന്ന ഒരുവന്റെ പത്നിയെ കവർന്നത് ദേവേന്ദ്രന് ഭൂഷണമല്ലെന്ന് അറിയിച്ചു. വേഗം മോചിപ്പിക്കുക. അപരാധം ബോധ്യപ്പെട്ട ഇന്ദ്രൻ കയാതുവിനെ നാരദാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. അവൾ ഗർഭവതിയായിരുന്നു. ഗർഭസ്ഥ ശിശു നാരദ തത്വോപദേശങ്ങളും ഭാഷണങ്ങളും ഗ്രഹിച്ച് ജ്ഞാനം നേടി. തപസ് പൂർത്തിയാക്കി മടങ്ങിയെത്തിയ കശിപു വൃത്താന്തങ്ങൾ അറിഞ്ഞ് കോപാക്രാന്തനായി. നാരദൻ കയാതുവുമൊത്ത് കൊട്ടാരത്തിലെത്തവേ കശിപു ഭക്തിപൂർവം മുനിയെ വരവേറ്റു. കശിപു ഇന്ദ്രനെ തേടിച്ചെന്നു. ഇന്ദ്രലോകം കൈവിട്ടു പോകുമോ എന്ന ഭയത്തിലായി ദേവേന്ദ്രൻ. കശിപിനോട് എതിരിടാനാവാതെ ഇന്ദ്രനും ദേവന്മാരും പലായനം ചെയ്തു. വിജയശ്രീലാളിതനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ കശിപു കണ്ടത് കയാതുവിനരികിൽ കൈകാലിളക്കി കളിക്കുന്ന സൂര്യശോഭയൊത്ത പുത്രനെ. ആ കുഞ്ഞ് പ്രഹ്ലാദനായി. നാരദനിൽ നിന്ന് പൊക്കിൾക്കുഴിയിലൂടെ പകർന്നു കിട്ടിയ ആത്മജ്ഞാനം ആ ബാലനെ ഒരു കൊച്ചു താപസൻ തന്നെ ആക്കി. പുത്രനിലെ ഈ ദിവ്യത്വം തിരിച്ചറിഞ്ഞ കയാതു നിർവൃതി കൊണ്ടു. ഹിരണ്യകശിപു എന്ന അസുര ചക്രവർത്തിയും രാക്ഷസ വൃന്ദവും ഒക്കെയായി ഭൂഭാരം ദുർവഹമാകവേ ഭൂമിദേവി ഇന്ദ്രനുമൊത്ത് ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് അവരിരുവരുമൊത്ത് പാലാഴിവാസനായ വിഷ്ണുവിനരികിലേക്ക് ചെന്നു. ഹിരണ്യകശിപുവിന്റെ ചെയ്തികൾ ബോധ്യപ്പെട്ടിരുന്ന വിഷ്ണു ആഗതരുടെ ആവശ്യം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ വധിക്കാൻ കാലമെത്തിയിട്ടില്ല. വിഷ്ണുനാമം നാവിൽ ഉദിച്ചു പോകരുത് എന്നായിരുന്നു കശിപുവിന്റെ കൽപ്പന. ഞാനാണ് സർവാധീശൻ. അതിനാൽ ഏവരുടെയും നാവിൻ തുമ്പിലെ നാരായണ മന്ത്രം വടിച്ചു കളഞ്ഞ് ഹിരണ്യായ നമ പൂശണം. മറിച്ചായാൽ കുടിനീരിറക്കാൻ നാവുണ്ടാവില്ല. പലരും പുറമേ ഹിരണ്യായെയും അകമേ നാരായണനമയും ജപിച്ച് തൃപ്തിയടഞ്ഞു. അകത്ത് നാരായണനുണ്ടെങ്കിൽ പുറത്ത് ഹിരണ്യനായാൽ എന്ത്, മറ്റാരായാലെന്ത്? അറിയാതെ നാരായണ ജപിച്ചവരെയൊക്കെ ഹിരണ്യൻ കൈയോടെ അകത്താക്കി. ഹിരണ്യായ നമ പ്രചരണാർത്ഥം നാനാദിക്കിലും ഹിരണ്യ അധ്യായന കേന്ദ്രങ്ങൾ തന്നെ തുടങ്ങി. മനസ്സിലെ നാരായണനും നാവിൻ തുമ്പിലെ ഹിരണ്യനും ഒത്തുചേർന്ന് ഹിരണ്യനാരാ എന്ന അവസ്ഥയിലെത്തിയ ജനം പിഴപ്പുമുട്ടി. ഹിരണ്യായ നമഃ ഉച്ചരിക്കാൻ എന്തുകൊണ്ടും കൂട്ടാക്കാതിരുന്ന കുറെ മഹർഷിമാരുടെ നാവു ഛേദിച്ചെറിയാൻ പറകൊട്ടി വിളംബരവും നടത്തി. അറ്റുവീണ നാവുകൾ ഭക്ഷിക്കാനെത്തിയ നായ്ക്കളെ നോക്കി കാഴ്ചക്കാർ നാവുകുത്തി. നാരായണ മന്ത്രത്തിന്റെ നാവ് പറ്റെ ഛേദിച്ചു കളയാൻ ഹിരണ്യകശിപുവിനായില്ലതിന്. പലയിടത്തും അത് മുഴങ്ങി. കശിപുവിന്റെ കഠിന ആജ്ഞ ധിക്കരിച്ചവരുടെ കണ്ണിൽ കാരിരുമ്പു കയറ്റി. ചിലർ സിംഹത്തിനു ഭക്ഷണമായി, ചിലർക്ക് ആനയുടെ കാൽ കീഴിലായി മരണം. സൂര്യചന്ദ്രന്മാരടക്കമുള്ള ദേവവൃന്ദം പയന്ന് വിറച്ചു കഴിഞ്ഞു. അപ്സരസുകളൊക്കെ ഹിരണ്യന്റെ കൊട്ടാരത്തിലെ അടിമവർഗമായി. ഇതിനകം പ്രഹ്ലാദന് സഹോദരന്മാരായി അനുഹ്ലാദനും ഹ്ലാദനും സംഹ്ലാദനും ഉണ്ടായി. പക്ഷേ ഏവർക്കും കണ്ണിലുണ്ണി പ്രഹ്ലാദൻ തന്നെ. മക്കളൊക്കെ പിതാവിനൊത്ത പുത്രന്മാരാക്കി പരിശീലിപ്പിക്കാൻ ഗുരുക്കന്മാരെത്തി. ഹിരണ്യപുത്രന്മാർ പഠനശാലയിലെത്തവേ ഇതര പഠിതാക്കൾ ബഹുമാനാർത്ഥം എണീറ്റു. പ്രഹ്ലാദൻ അവരെ അരുതെന്നു വിലക്കി. സഹപാഠികൾ സമന്മാരെന്ന തത്വം
അവരെ ബോധ്യപ്പെടുത്തി. നാം വന്ദിക്കേണ്ടത് ഗുരുവിനെ, അവൻ പറഞ്ഞു. ഗുരുക്കന്മാർ അവനിൽ അഭിമാനം കൊണ്ടു. അവൻ വിദ്വൽ ഗുണമത്ത വിദ്യാർത്ഥിയായി പഠനം പൂർത്തിയാക്കി. അവൻ ആർജിച്ചതെന്തെന്നറിയാൻ പിതാവായ ഹിരണ്യകശിപു കൊതിച്ചു. മകനെ പറയുക, നീ പഠിച്ചതിൽ വെച്ച് മഹത്തരമായത് എന്താണ്? അവന് രണ്ടാലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പിതാവേ, അറിഞ്ഞാലും എന്തിനും കാരണഭൂതനായ നാരായണന്റെ പാദം പടിയുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പുത്രനിൽ നിന്ന് കേൾക്കാൻ കൊതിക്കാത്തതെന്തോ അതാണ് പിതാവ് കേട്ടത്. പുറത്തു ചാടിയ കോപം തീർക്കാൻ നേരെ പുറപ്പെട്ടത് അവന്റെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക്. അവർ ഹിരണ്യായ നമഃ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞു. എല്ലാം ഹിരണ്യനിൽ അടങ്ങുന്നുവെന്ന് തന്നെ തങ്ങൾ കുമാരനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഫലിച്ചില്ല. കുമാരൻ വിശദമായി തന്നെ പറഞ്ഞു, എന്നിലും അങ്ങയിലും ഈ ഗുരുക്കന്മാരിലും എന്നു വേണ്ട സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് വിഷ്ണു മഹിമ മാത്രമാണ്. ഗുരുക്കന്മാർ അങ്ങയുടെ ആജ്ഞ നിറവേറ്റുക മാത്രമേ ചെയ്തുള്ളൂ. ശരിയായ ജ്ഞാനം അരുതെന്ന് വിലക്കിയാൽ അവർക്ക് പിന്നെ പോംവഴികളില്ല. വിഷ്ണു നിനക്കും എനിക്കും ശത്രുവാണ്. ഹിരണ്യൻ അലറി വിളിച്ചറിയിച്ചു. എന്നെ പേടിച്ച് പാലാഴിയിൽ ചെന്ന് ഒളിച്ചവനാണോ നിനക്കു കേമൻ? വിഷ്ണു ആരെയും ഭയന്നിട്ടല്ല. അവൻ പറഞ്ഞു, അദ്ദേഹം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാകുന്നു. ദുഃഖവിനാശകനും ധർമ്മരക്ഷകനുമായ വിഷ്ണുപാദം പോവുകയാണ് ഏവരും ചെയ്യേണ്ടത്. ഇനി മിണ്ടരുത്. ഹിരണ്യന്റെ കണ്ണുകൾ ജ്വലിച്ചു. ശരിയായ അറിവ് ഇതല്ല. അത് നേടിയ ശേഷം നീ എന്നെ കണ്ടാൽ മതി. അവൻ അമ്മയെ കണ്ടു വണങ്ങി. ഗുരുക്കന്മാർ വീണ്ടും അവനോട് ഹിരണ്യായ പഴുതേ ഉരുവിട്ടു. തെറ്റു പറഞ്ഞു പഠിക്കില്ലെന്നവൻ ശഠിച്ചു. അവന്റെ സഹപാഠികളൊക്കെ അവനോട് പറഞ്ഞു, കുമാര, നിന്റെ പിതാവായ നമ്മുടെ രാജാവ് മാത്രമാണ് ദിവ്യൻ. അദ്ദേഹത്തെയാണ് വന്ദിക്കേണ്ടത്. അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എല്ലാവരും അവരുടെ പിതാക്കന്മാരെ മാത്രം വന്ദിച്ചാൽ പോരെ? എന്റെ പിതാവിനാണെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് അനുഗ്രഹം ഭവിച്ചതും ബ്രഹ്മാവ് പോലും പിറവി കൊണ്ടത് വിഷ്ണുവിൽ നിന്ന്. അതിനാൽ വേണ്ടത് നാരായണ നമഃ എന്ന സ്തുതിമന്ത്രമാണ്. പിതാവ് വീണ്ടും പുത്രനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ ചെന്നു. മക്കളെ, ഹിരണ്യൻ ഭയപ്പെട്ട് ചോദിച്ചു, പഴയ പിഴയൊക്കെ മാറിക്കിട്ടിയില്ലേ? നാരായണ കൃപയാൽ പ്രഹ്ലാദന് നാളിതുവരെ പിഴവൊന്നും ഭവിച്ചിട്ടില്ല പിതാവേ. ധിക്കാരി, എന്തു പറഞ്ഞു? അയാൾ ചാടി എണിഞ്ഞേച്ചു. ഉച്ചരിച്ചു പോകരുതാ നാമം. ഓരോ പരമാത്മാവിലും കുടികൊള്ളുന്ന ആ ചൈതന്യനാമത്തെ നാവിലേറ്റാൻ എല്ലാവരും കൊതിക്കും. ഇവനെ കൊല്ലുവിൻ, എനിക്ക് ഭയമില്ല പിതാവേ. ശിക്ഷ നിറവേറ്റിയാലും. അവന്റെ അവസ്ഥയിൽ മാതാവേറെ ദുഃഖിച്ചു. അവൻ മാതാവിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. നാരദാശ്രമവാസിയായിരുന്നിട്ടും അമ്മയുടെ ശുഭവിശ്വാസത്തിന് കോട്ടം ഭവിച്ചെന്നോ? വിഷ്ണു ഒരിക്കലും നമ്മെ കൈവിടില്ല. വധിക്കാനെത്തിയ ഭടന്മാർ പ്രഹ്ലാദനെ നോക്കി കണ്ണീർ തുടച്ചു. കുഞ്ഞെ, ഇനിയെങ്കിലും ഹിരണ്യായ നമഃ ചൊല്ലൂ. മരണത്തെ ഒഴിവാക്കാൻ ഒരുമ്പെടൂ. അവൻ പറഞ്ഞു, നിങ്ങൾ ഭടന്മാർ അച്ഛന്റെ ആജ്ഞ നടപ്പാക്കാൻ കടപ്പെട്ടവരാണ്. ധൈര്യപൂർവ്വം അതിന് തയ്യാറാവുക. അവർ കണ്ണുമടച്ച് കൽപ്പന നടപ്പാക്കാൻ ഒരുങ്ങവേ അത്ഭുതം. അവർക്ക് അനങ്ങാനോ വാളുയർത്താനോ കഴിയുന്നില്ല. ആ ബാലനിൽ നിന്ന് ഓം നമോ നാരായണായ അനർഗളം പ്രവഹിച്ചു. ഭടന്മാർ കണ്ണു തുറന്നപ്പോൾ ഒരു മായിക പ്രകാശത്തിൽ വലയം ചെയ്യപ്പെട്ട പ്രഹ്ലാദനെ കണ്ട് ബോധശൂന്യരായി. ഹിരണ്യന്റെ മായിക ശക്തിയാൽ പിന്നീട് പ്രഹ്ലാദ നിഗ്രഹത്തിനായി പുറപ്പെട്ടത് ഉഗ്രനാഗങ്ങൾ. ഹിരണ്യാജ്ഞ മാനിക്കാൻ അവ കുമാരനെ കടിച്ചെന്നു വരുത്തിയ ശേഷം നാരായണായ നമയ്ക്ക് മുമ്പിൽ പാമ്പുകളും നമിച്ച് പിൻവാങ്ങി. തക്ഷകനും വാസുകിയും ഒക്കെ ഹിരണ്യനെ തിരിഞ്ഞു നോക്കാതെ നാവ് ഒതുക്കി സ്ഥലം വിട്ടു. പ്രഹ്ലാദന്റെ കഥ കഴിഞ്ഞുവെന്ന് ഹിരണ്യൻ സന്തോഷിക്കവേ അമ്മ നിലവിളിച്ച് ദുഃഖിച്ചു. അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷനായ പ്രഹ്ലാദൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആ അമ്മയും ജപിച്ചുപോയി നാരായണായ നമഃ. പുരോഹിത പ്രമുഖർ ഹിരണ്യനെ ഉപദേശിക്കാനെത്തി. അവർ പറഞ്ഞു, രാജാവേ, പുത്രന്റെ പ്രഭാവത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. അവനെ സ്നേഹിച്ചു വശത്താക്കാൻ ശ്രമിച്ചാലും ഹിരണ്യൻ വീണ്ടും അവനെ അനുനയിപ്പിച്ച് തന്റെ വഴിക്കാക്കാൻ വിഫല ശ്രമങ്ങൾ നടത്തി.
പക്ഷേ അവൻ വീണ്ടും നാരായണനെ തന്നെ മുറുകെ പിടിച്ചു. ഇനി കാളകൂടം തന്നെ പോംവഴി എന്ന ചിന്തയായി ഹിരണ്യന്. മറ്റു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളകൂടം എന്നതാണ് അസുര രീതി. കാളകൂടമെങ്കിൽ കാളകൂടം എന്ന മട്ടിൽ പ്രഹ്ലാദൻ ശീതളപാനീയം പോലെ അത് മൂന്നുന്നത് കണ്ട് കൊടുത്തവൾക്കും നാവിറങ്ങിപ്പോയി. മലമുകളിൽ ചെന്ന് ഇവനെ കൂടി കൊണ്ടുചെന്ന് വലിച്ചെറിയൂ, ഹിരണ്യന്റെ കൽപ്പന. അതും നടന്നു. ഒരു മായാ വിമാനത്തിൽ പറന്നെത്തിയ അവസ്ഥയിൽ താഴേക്ക് വന്ന ബാലനെ ഭൂമിദേവി കൈക്കുമ്പിൾ നീട്ടി ഏറ്റുവാങ്ങി താലോലിച്ചത് മിച്ചം. അഷ്ടദിക്കുകളും അവന് മുൻപിൽ കൊമ്പുകുനിച്ചു. അഗ്നിക്കും അവനിൽ കുളിർനിലാവാകാനേ കഴിഞ്ഞുള്ളൂ. അഗ്നിക്ക് നടുവിൽ പത്മാസനസ്ഥനായ കുമാരനെ കണ്ട് അഗ്നിദേവനും നാരായണായ ജപിച്ചു. ദൈത്യഗുരു ശുക്രാചാര്യരുടെ പുത്രന്മാർ ബാലനെ പ്രലോഭിപ്പിച്ചു. വരുതിയിലാക്കാനും ശ്രമിച്ചു നോക്കി. കിം ഫലം? അവൻ അവരോട് പറഞ്ഞതിങ്ങനെ: നിങ്ങൾ പറയുന്നത് പോലെ അസുര ചക്രവർത്തി അല്ല ഈ ലോകം വാഴുന്നത്. സർവ്വതിനും കാരണഭൂതനായ സാക്ഷാൽ നാരായണൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മായ നിങ്ങൾ അറിയണം. കുടത്തിലെ ജലത്തിൽ നാം സൂര്യദേവനെ ദർശിക്കുന്നത് പോലെ ഈ മായ സർവ്വതിലും വർത്തിക്കുന്നു. പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള സംസാര ചക്രത്തെ അദ്ദേഹം തിരിക്കുന്നു. മോക്ഷമാർഗത്തിനായി നാരായണനെ തന്നെ ഭജിക്കുക. ശരീരത്തിൽ ഭ്രമിച്ചു വശായാൽ നരകം ഫലം. കാമക്രോധ ലോഭാദികൾ അതിൽ മുഴുകുന്ന ശരീരം വെറും മലമാത്രം. ആത്മാവിന് അവസ്ഥാഭേദങ്ങളില്ല, യൗവനമില്ല, വാർദ്ധക്യമില്ല. വസ്ത്രം മാറിയണിയുന്ന മട്ടിലാണ് ആത്മാവ് ശരീരങ്ങളെ സ്വീകരിച്ചു പോരുന്നത്. ശരീരം നശ്വരമാണ്. ആത്മാവിന് നാശമേതും ഭവിക്കുന്നില്ല. മായയാൽ നാം ഇതറിയുന്നില്ല. അതിനാൽ സത്യസ്വരൂപനായ നാരായണനെ ഭജിച്ച് പുണ്യം നുകരുവിൻ. പിന്നീട് അവന് നൽകപ്പെട്ടത് ഹലാഹലം എന്ന അതിഘോര വിഷം. ആ വിഷം കലർന്ന ഭക്ഷണം നാരായണ നമിയോട് ചേർത്ത് ഭുജിക്കവേ അവന് അമൃതായി ഭവിച്ചു. ശുക്രസന്തതികൾ പറഞ്ഞയച്ച കൃത്യ എന്ന ഉഗ്രരൂപിണിയും ദംഷ്ട്രമടക്കി പിന്തിരിഞ്ഞു. അവളുടെ ത്രിശൂലം കരിയില പോലെ പിളർന്നു പറന്നു. കരികയറി കൃത്യ ശുഗപുത്രന്മാരെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്തു. ശുഗപുത്രന്മാരെ ജീവിപ്പിക്കുവാൻ വേണ്ടിയായി പ്രഹ്ലാദന്റെ പിന്നത്തെ പ്രാർത്ഥന. നാരായണൻ അത് നിറവേറ്റിക്കൊടുത്തു. ഹിരണ്യാജ്ഞ നിറവേറ്റാൻ പിന്നീട് വന്നെത്തിയത് ശംബരൻ എന്ന ഉഗ്രരാക്ഷസൻ. ബാലനെ വലയം ചെയ്ത് ജ്വലിക്കുന്ന തേജസ്സിന് മുമ്പിൽ ശംബരൻ ഒന്നമ്പരന്നു. അവന്റെ വാൾ സൂര്യബിംബം പോലെ പാഞ്ഞെത്തിയ ചക്രായുധത്താൽ ഉരുകിത്തുടങ്ങവേ അവനും പാലായനം ചെയ്തു. തുടർന്ന് വായുവിനും ഹിരണ്യാസുരന്റെ ആജ്ഞ അനുസരിക്കേണ്ടി വന്നു. അവന്റെ പ്രാണനെ ഊതി പുറത്താക്കാൻ തുനിഞ്ഞ വായുവിനും ശ്വാസം മുട്ടൽ. വിഷ്ണുപാദങ്ങളിൽ നമിക്കുവേ വായുവിന് ശ്വാസം നേരെ വീഴാതെ. വിഷ്ണുപാദങ്ങളിൽ നമിക്കുന്ന ഒന്ന് മാത്രമേ വായുവിന് ശ്വാസം നേരെയാകാനുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ. നാഗപാശ ബന്ധിതനായി കുമാരൻ കടലിൽ എറിയപ്പെട്ടു. കുമാരനെ തിരമാല കൈകളിൽ കോരിയെടുത്ത് താലോലിച്ച് കൊണ്ട് സമുദ്രം കോപത്തോടെ കരയെ വിഴുങ്ങിത്തുടങ്ങി. പർവ്വതങ്ങൾ അടർത്തി കടലിൽ തള്ളാനായി ഹിരണ്യകൽപ്പന. ആകാശത്ത് ദിവ്യപ്രഭ പരത്തി പറന്നെത്തിയ ഗരുഡവാഹനത്തിൽ ബാലൻ വിഷ്ണുവിനെ ദർശിച്ചു. അവന് നന്മയരുളി വിഷ്ണുവും പറഞ്ഞു: പ്രഹ്ലാദൻ വരുന്നുണ്ട്. ഹിരണ്യഭടന്മാർ ചെന്നണിയിച്ച ഹിരണ്യന്റെ കോപം കൊടുങ്കാറ്റായി. കോപമടക്കൂ പിതാവേ എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ നമസ്കരിച്ചു. പിതാവല്ല, ഞാൻ നിനക്ക് ശത്രുവാണ്. ഹിരണ്യൻ അലറി. നിന്നെ നശിപ്പിച്ചേ ഞാനിനി ഉറങ്ങൂ. അച്ഛൻ ശാന്തനായി ചിന്തിക്കൂ, അവൻ പറഞ്ഞു. വിഷ്ണു അച്ഛനിലും അനുഗ്രഹം ചൊരിയും. ധിക്കാരി, നീ എന്റെ മുമ്പിൽ നിന്ന് വിഷ്ണുനാമം ഉച്ചരിക്കുന്നു. എവിടെ നിന്റെ നാരായണൻ? എനിക്ക് കാണിച്ചതാ. ഭുവനമകിലവും നാരായണൻ നിറഞ്ഞു വാഴുന്നു പിതാവേ, അവൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. പുല്ലിലും പുഴുവിലും അണുവിലും
അവന്റെ ചൈതന്യം കളിയാടുന്നു. കളങ്കിതർക്കും ഭീരുക്കൾക്കും അധർമ്മികൾക്കും അവനെ ദർശിക്കാനാവില്ല. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അവൻ ഉണ്ടായിരിക്കണം. എടോ പറയൂ. ഹിരണ്യൻ പുത്രന് നേരെ തിരിഞ്ഞു. കാണട്ടെ നിന്റെ നാരായണനെ. ഈ തൂണിലുണ്ടോ? ഉണ്ട്, അവൻ പറഞ്ഞു. തൂണിലും തുരുമ്പിലും അവനുണ്ട്. എന്നാൽ തൂണിലെ നാരായണനെ എനിക്കൊന്ന് കാണണം. എന്നേ അവനെ കാത്തിരിക്കുന്നു ഞാൻ. നിന്നെ അവൻ ചുണയുണ്ടെങ്കിൽ രക്ഷിക്കാൻ വരട്ടെ. ഹിരണ്യന്റെ താണ്ഡനത്താൽ തൂണ് നെടുകെ പിളർന്നു. ബ്രഹ്മാണ്ടം ഭേദിക്കുമാറുള്ള ഗർജനത്തോടെ ഉച്ചസൂര്യൻ ജ്വലിക്കുമാറ് തടകുടഞ്ഞ് നാവു നീട്ടി സാക്ഷാൽ നരസിംഹമൂർത്തി കോപത്തോടെ കനൽ കണ്ണുകൾ ഉരുട്ടി ദംഷ്ട്രാകാരാളമായ വക്ത്രം പിളർന്ന് ഹിരണ്യകശിപുവിനോടടുത്തു. നരസിംഹാവതാരം സന്ധ്യ നേരത്തായിരുന്നു. രാത്രിയോ പകലോ അകത്തുവെച്ചോ പുറത്തുവെച്ചോ മൃഗത്താലോ മനുഷ്യനാലോ തന്നെ വധിക്കരുതെന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം ചോദിച്ചു വാങ്ങിയിരുന്നു ഹിരണ്യൻ. വാക്കുകളുടെ ഉച്ചകോട്ടയ്ക്കിടയിലും സ്വയംഹൃത അന്വർത്ഥങ്ങളുടെ ഭവിഷ്യത് വിടവുണ്ടാക്കി നുഴഞ്ഞു കയറിയെത്തുമെന്ന് അല്പജ്ഞാനികൾക്കറിയില്ലല്ലോ. ഒരു ദ്വന്ദ്വയുദ്ധത്തിനൊടുവിൽ നരസിംഹം ഹിരണ്യകശിപുവിന്റെ മടിത്തട്ടിലേക്ക് തളർന്നു പതിച്ചു. നരസിംഹ നഖങ്ങൾ ഹിരണ്യന്റെ മാറു പിളർന്നു, കരൾ പറിച്ചെടുത്തു, ചുടിചോര കുടിച്ചു, ദാഹവും തീർത്തു. കുടൽമാലകൾ വാരിയെടുത്തലറി. അങ്ങനെ രാത്രിയും പകലുമില്ലാത്ത നേരത്ത് മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹം അകത്തും പുറത്തുമല്ലാതെ തന്റെ മടിയിൽ തന്നെ അവനെ വീഴ്ത്തി അവതാര ദൗത്യം പൂർത്തിയാക്കി. നരസിംഹസ്തുതി സ്വർഗത്തു നിന്നും ഉയർന്നു. നരസിംഹം കലിയടങ്ങാതെ തുള്ളുകയായി. ബ്രഹ്മാവ് പ്രഹ്ലാദനോട് വിളിച്ചു പറഞ്ഞു, കുമാരാ, സിംഹകോപത്താൽ പൂവനം മുടിയും. അതിനാൽ മൂർത്തിയെ ശാന്തനാക്കാൻ സ്തുതിവന്ദനം ചെയ്യൂ. പ്രഹ്ലാദസ്തുതിയിൽ ആ ഭീകര രൂപം മറഞ്ഞ് സാക്ഷാൽ ശംഖുചക്ര ഗദാ പത്മപാണിയായ ചതുർഭുജൻ പ്രത്യക്ഷനായി. അവനോട് വരം ചോദിച്ചു കൊള്ളുവാൻ കൽപ്പിച്ചു. ശുദ്ധഭക്തിയോടെ എക്കാലവും അങ്ങയെ സ്തുതിക്കുവാനുള്ള വരമേ എനിക്ക് വേണ്ടതുള്ളൂ. അവൻ വിനീതനായി അറിയിച്ചു, അറിവില്ലായ്മ കൊണ്ട് എന്റെ പിതാവ് ചെയ്ത കഠോര കൃത്യങ്ങൾ അങ്ങ് പൊറുക്കണം. നീയും നിന്റെ കുലവും സൽഗതിയെ പ്രാപിക്കട്ടെ. വിഷ്ണു അനുഗ്രഹിച്ചു. ഈ മന്വന്തരം മുഴുവൻ അസുര ചക്രവർത്തിയായി വാണ് ധർമ്മരക്ഷ ചെയ്ത് മോക്ഷത്തെ വരിക്കുക. വിഷ്ണു മറഞ്ഞു.